നമസ്കാരം. മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ നേടുന്നതിൻ്റെ കാലഘട്ടമാണിത്. IAS എന്നത് ഒരു കാലത്ത് എല്ലാവർക്കും സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്നതായിരുന്നെങ്കിൽ വർത്തമാനകാലത്ത് നമ്മുടെ കുട്ടികൾ അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണെങ്കിലും കാണുന്നത്. ഇങ്ങനെ കൊട്ടാരക്കരയിൽ വൈക്കൽ എന്ന ഗ്രാമത്തിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 47ാം റാങ്ക് നേടിയ നന്ദന എന്ന മിടുക്കിക്കൊപ്പമാണ് ഇന്ന് സംവാദമുള്ളത്. നമ്മൾക്ക് നന്ദനയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാവർക്കും സംവാദത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നന്ദന. ഈ IAS എന്ന് പറയുന്നൊരു സ്വപ്നം എന്ന് തൊട്ടാ നമ്മുടെ ഉള്ളിലൊരു കൂട്ടുകൂടിയിരുന്നു തൊട്ടാ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ടോപ്പേഴ്സ് റിസൾട്ട് വരുമ്പോഴുള്ള ടോപ്പേഴ്സ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ എക്സാമിനെ കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്ത ആരെയും അറിയില്ല, ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് കോളേജിലെത്തിയപ്പോഴാണ് ഞാൻ പഠിച്ച കോളേജിൽ മാരവാനീസ് കോളേജിൽ തന്നെ പഠിച്ച കുറച്ച് ആൾക്കാർ ഇത് ക്ലിയർ ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിൽ അധ്യാപകർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മളോട്, ആരാകണം. അപ്പോൾ കുട്ടികൾ പറയും ചിലർ പോലീസാകണം, ചിലർ പട്ടാളക്കാരാകണം. അപ്പോൾ എപ്പോഴെങ്കിലും കളക്ടറാകണമെന്ന് അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥനാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്? എനിക്ക് ആ സമയത്ത് അങ്ങനെ കൃത്യമായൊരു വിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പല സമയങ്ങളിൽ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്, അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ടീച്ചർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ ഡോക്ടർ ആകണം, അങ്ങനെ നീറ്റ് കോച്ചിങ് അങ്ങനെയൊക്കെ പോയി. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ ഒരു പാഷൻ പണ്ട് തൊട്ടേ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അത് എത്തിപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൊണ്ട് ഞാനങ്ങനെ ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നീട് കോളേജിലെത്തുമ്പോൾ മാത്രമാണ് ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ് മനസ്സിലായി. ഒരു IAS ആകും എന്നൊരു ഉറപ്പ് തോന്നിയപ്പോഴാണ്? ഏത് ഘട്ടത്തിലാണ്? ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് വളരെയധികം ടെൻഷനായിരുന്നു. കാരണം ഈ എക്സാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 0.1% ഒക്കെയാണ്. അപ്പോൾ അന്ന് ആദ്യ സമയത്ത് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് എക്സാം ഒക്കെ കഴിയുമ്പോൾ, മെയിൻസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നല്ലൊരു മാർക്കിലെത്തും. IAS കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ നല്ലൊരു മാർക്കിലെത്തും, ലിസ്റ്റിൽ വരാൻ കഴിയുമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. 0.1 സക്സസ് റേറ്റ് ഉള്ള ഒരു എക്സാമിൽ നമ്മളെപ്പോലെ നാട്ടിൻപുറത്ത് വളർന്ന ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരു കുട്ടിക്ക് അത് നേടാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം വരുന്നൊരു പോയിന്റ് ഉണ്ട്. അത് എവിടെയാണ് ആ ഒരു ഘട്ടം എനിക്ക് നേടാൻ കഴിയുമെന്ന് തോന്നി? എവിടെ? എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു എക്സാമാണ്. പക്ഷെ ഇത് നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ അവർ ഒരു എല്ലാ രീതിയിലുള്ള ആൾക്കാരെ ഇതിലേക്ക് വരണം എന്ന് ആ ഒരു ഡൈവേഴ്സിറ്റി ഉറപ്പാക്കണം എന്നുള്ളത് UPSCയുടെയും കൂടെ ഒരു ആവശ്യമായിട്ട് അവർ അത് പെർസ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് UPSC ചെയർമാനോട് ഒരു ഇൻ്റർവ്യൂവിൽ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇത്രയും വലിയൊരു പരീക്ഷയാണ്, എന്നിട്ട് എന്തിനാണ് ഇപ്പോഴും സ്കൂൾ പുസ്തകങ്ങളിൽ നിന്ന് NCERT പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും ചോദ്യം ചോദിക്കുന്നുണ്ട്? അത് ഈ എക്സാമിനെ തന്നെ ചെറുതാക്കി കാണിക്കുകയല്ലേ ചെയ്യുന്നത്, സ്കൂൾ കുട്ടികളുടെ പുസ്തകത്തിൽ നിന്ന് IASകാരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അന്ന് ചെയർമാൻ പറഞ്ഞത് ഈ പരീക്ഷ ഡൽഹിയിലോ മുംബൈയിലോ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രം നേടേണ്ടതല്ല, ആസാമിലോ അരുണാചൽ പ്രദേശിലോ കറണ്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ആൾക്കും അക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പറും സ്കൂൾ പുസ്തകങ്ങളും മെയിൻ ആക്കുന്നത്. അങ്ങനെ ഒരു എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരവും UPSC തരുന്നുണ്ട്. അതും ഒരു ആത്മവിശ്വാസമായിരുന്നു. അച്ഛനും അമ്മയും അധ്യാപകർ, നമ്മൾ പഠിച്ചത് ഈ പറയുന്ന പോലെ ഒരു നാട്ടിൻ പുറത്തെ സ്കൂളിലെ വാളക RVVHSൽ കൊട്ടാരക്കരയിൽ. അപ്പോൾ ഈ ഗ്രാമീണ പരിസ്ഥിതിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരാൾക്ക് IAS എത്തിപ്പിടിക്കാം എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂൾ കാലം നമ്മളെ സഹായിച്ചത്? എങ്ങനെയാണ്? ഞാൻ സ്കൂളിൽ പഠിച്ചത് രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാളകമാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. എൻ്റെ അച്ഛനും അവിടുത്തെ അധ്യാപകനാണ്. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ പുസ്തകങ്ങൾ തന്നെയാണ് നമുക്ക് ഈ പരീക്ഷയുടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു അടിത്തറ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ബാക്കിയെല്ലാം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് കണ്ടന്റ് വൈസ് ഒരു ഹെൽപ്പിനേക്കാളും കുറച്ചും കൂടെ അവിടുന്ന് കണ്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും അവിടുത്തെ സപ്പോർട്ടും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള സ്കൂളിൽ പഠിക്കണം എന്നൊക്കെ മത്സരബുദ്ധിയോടുകൂടി രക്ഷകർത്താക്കൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് നന്ദനെ പോലെയുള്ളവരുടെ വിജയം ഒരു പ്രചോദനമാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സ്കൂൾ അനുഭവങ്ങൾ എന്നുള്ളത്, ഈ അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മളെ സഹായിച്ചത്? എങ്ങനെയാണ്?
അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമുക്ക് UPSCയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ നമ്മളെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. നമ്മളതിനെ ഇന്റർവ്യൂ എന്ന് വിളിക്കുമ്പോഴും അവരതിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ 1-2 വർഷം പ്രിപ്പയർ ചെയ്യുന്ന പേഴ്സണാലിറ്റി അല്ല. നമ്മൾ 10-25 വർഷം ജീവിച്ച ആ മനുഷ്യൻ, നമുക്കുണ്ടായ അനുഭവങ്ങൾ, അങ്ങനെ നമ്മൾ എത്രത്തോളം ജെന്യുവൻ ആയിട്ട് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് സംസാരിക്കുന്നു, അത്രത്തോളം ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർ നമ്മളൊരു പച്ച മനുഷ്യൻ എന്നുള്ള രീതിയിൽ പെർസീവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ തീർച്ചയായിട്ടും അനുഭവങ്ങളൊക്കെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉൾപ്പെടെയുള്ള സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആരാണ് എന്ന് പ്രസന്റ് ചെയ്യുന്നിടത്ത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഈ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ്. തീർച്ചയായും അങ്ങനെയുള്ളതെങ്കിൽ അവിടെ ഫേസ് ചെയ്ത ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചത്. എൻ്റെ ബോർഡ് ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത് ശീൽവർദ്ധൻ സിംഗ് IPS ആയിരുന്നു. അപ്പോൾ സാറും ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. സാർ ബീഹാർ DGP ആയിരുന്നു, പക്ഷേ ലിറ്ററേച്ചറാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ സാർ കൂടുതൽ ലിറ്ററേച്ചർ, ഇഷ്ടപ്പെട്ട കവി, പുസ്തകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ കേരളത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, കേരളത്തിലെ ഇൻഡസ്ട്രീസിനെ കുറിച്ച്. പിന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയത്, എൻ്റെ അടുത്ത് ഏറ്റവും അവസാനത്തെ ചോദ്യമായിട്ട് ചോദിച്ചത്, നമ്മൾ ഇത്രയും നേരം കേരളത്തെക്കുറിച്ച് സംസാരിച്ചു നന്ദന, നമുക്കിനി കുറച്ച് നേരം പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് പറയൂ, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് സ്റ്റേറ്റ്സ് പറയൂ. അപ്പോൾ ഞാൻ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്തിരുന്നു. UP, ഒഡീഷ, അങ്ങനെ. അപ്പോൾ നമ്മൾ പ്രാദേശികമായി മാത്രമല്ല, ഒരു നാഷണൽ വേൾഡ് വ്യൂ ഉള്ള ഒരാളാണെന്നുള്ളൊരു ബോധം കൂടി നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് തോന്നിയത്. ഈ പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങി പോവുകയാണല്ലോ പലപ്പോഴും പഠനം. ഈ പാഠപുസ്തകങ്ങൾ ഒതുങ്ങുന്നതിലല്ല, അതിനപ്പുറം ഒരു വിശാലമായ ലോകമുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണല്ലോ നമ്മുടെ വിജയങ്ങൾ ഉണ്ടാവുക. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ഒരു IAS സ്വപ്നം കാണണമെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പഠന രീതിയിലോ ഏതൊക്കെ മാറ്റം വേണ്ടി വരും? എനിക്ക് തോന്നുന്നു സ്കൂൾ തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പത്രം നല്ല രീതിയിൽ വായിക്കുക. പത്രം, ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ നമ്മളുടെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊരു നല്ല അവബോധം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കില്ലാണ്. നമ്മൾ മെയിൻസിൽ 9 പേപ്പറുകളാണ് ബാക്ക് ടു ബാക്ക്, ഒരു ദിവസം 6 മണിക്കൂറാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ റൈറ്റിംഗ് സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, റൈറ്റിംഗ് കോമ്പറ്റീഷൻസിന് പങ്കെടുക്കാം, essay കോമ്പറ്റീഷൻസ്, അങ്ങനെ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യും. എയിം നിശ്ചയിക്കുന്നൊരു പ്രായമുണ്ട്, ഞാൻ ഇന്നതാകണം. നമ്മൾ ആദ്യം പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ടീച്ചർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് IASലേക്ക് റൂട്ട് വെട്ടിത്തരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. നീ ഇന്നതിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ഇന്ന നിനക്ക് സക്സസ് ആവും എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തന്നിരുന്നു? അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ പറയാനില്ല. പക്ഷേ ഞാൻ കോളേജിൽ 2nd ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ കോളേജിൽ പഠിച്ച കുറച്ച് ആൾക്കാർ, സഫ്ന നസറുദ്ദീൻ IAS അന്നത്തെ ടോപ്പറായിരുന്നു, 45 റാങ്കാണ് മാമിന് അന്ന് കിട്ടിയത്. ഗോകുൽ, പുള്ളി ഇപ്പോൾ IAS ആണ്, തമിഴ്നാട് കേഡറിൽ. അപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അത്രയും നാൾ എനിക്ക് ഈ എക്സാമിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, എന്നെ പോലെ ഒരാൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ. പക്ഷേ ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ച, എനിക്ക് മുന്നേ ഈ സീറ്റിലിരുന്ന ആൾക്കാർ ഇത് നേടി എന്നുള്ളതൊരു ഡിഫൈനിങ് മൊമെൻ്റ് ആയിരുന്നു. എനിക്കും പറ്റുമായിരിക്കും എന്ന് തോന്നാൻ വേണ്ടിയിട്ട്. ഈ നമ്മുടെ മുന്നിൽ ഒരുപാട് IAS ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള IAS ഉദ്യോഗസ്ഥരൊക്കെ ലൈവാണ്. അവർ ജോലി എന്നതിനപ്പുറം അതിനെ ഒരു പാഷനായിട്ട് കാണുകയും ഒക്കെ നമ്മുടെ മുന്നിൽ ലൈവാണ്. അങ്ങനെ ആരെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച IAS ഉദ്യോഗസ്ഥരുടെ പേര് ആരൊക്കെയാണ്? സിവിൽ സർവൻസിന്റെ വർക്ക്സ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഫ്ലഡിന്റെ സമയത്തും കോവിഡിന്റെ സമയത്തും ഒക്കെ. ഒരാൾ എടുത്തു പറയുകയാണെങ്കിൽ K കാർത്തികേയൻ സാർ ഉണ്ട്. ഞാൻ +2 പഠിക്കുമ്പോൾ സാർ ഇവിടുത്തെ കൊല്ലം കളക്ടറായിരുന്നു. അപ്പോൾ സാർ അന്ന് മീറ്റ് ദ കളക്ടർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഒക്കെ നടത്തുമായിരുന്നു. അപ്പോൾ കുട്ടികളെ വിളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറിന് അത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്താനുള്ള ഒരു പവർ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാറിനെ കണ്ടിട്ടാണ്. സാർ ഒരു ഇൻസ്പിറേഷനാണ്. വേറെ വനിതാ IAS ഓഫീസറായിട്ട് ഒരുപാടുള്ള എനിക്ക് തോന്നുന്നു കണ്ടിട്ടുള്ളതിൽ എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അനുപമ മാം ആണ്. ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടും ഒക്കെ മാമിന്റെ വർക്ക്സ് ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളിത് ആദ്യം എഴുതുമ്പോൾ 1.5 മാർക്ക് വ്യത്യാസത്തിലാണ് ഈ പ്രിലിമിനറി നഷ്ടമാകുന്നത്. അത് തിരിച്ചറിയുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, എനിക്കൊരു 1.5 മാർക്ക് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് വീഴാം എന്ന് തോന്നുന്നു. അന്നേരം ഉണ്ടായിരുന്നു നിരാശയും, എന്തായിരുന്നു അന്നേരത്തെ ഒരു വിചാരം? രണ്ടും കലർന്നൊരു വികാരമായിരുന്നു. ഒന്നാമത് നമ്മൾ ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഒരു 1.5 മാർക്കിന് പോയാലും നമ്മളിനി അടുത്ത പരീക്ഷയ്ക്കായിട്ട് 1 വർഷമാണ് കാത്തിരിക്കേണ്ടത്. അപ്പോൾ ആ 1.5 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അപ്പുറത്ത് വീഴായിരുന്നു എന്നുള്ളൊരു നിരാശ ഒരു വശത്ത്. മറ്റേ വശത്തെന്ന് പറയുമ്പോൾ 1.5 മാർക്കിനാണ് പോയത്. അടുത്ത വർഷം
1.5 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ശരിയായി കഴിഞ്ഞാൽ 2.5 മാർക്ക് കിട്ടും. അപ്പോൾ ഒരു ചോദ്യം കൂടെ എനിക്ക് ശരിയായാൽ മതി, അടുത്ത വർഷം പ്രിലിംസ് ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു വിശ്വാസവും ആ മാർക്ക് തന്നിരുന്നു. അത് മാത്രമല്ല, നമ്മൾ പ്രിലിംസ് മാത്രം ക്ലിയർ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ ആ വർഷം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്താൽ ചിലപ്പോൾ മെയിൻസിൽ വീണേനെ. അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും എല്ലാം പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം ഒരുമിച്ച് ലിസ്റ്റിൽ കയറണം എന്നുള്ളൊരു മോട്ടിവേഷൻ വന്ന് കിട്ടിയിരുന്നു. അതെ, അതുപോലെ നടക്കുകയും ചെയ്തു. ഈ പ്രാവശ്യം റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ കൂടെ കടന്നു പോയത്, എന്തൊക്കെയായിരിക്കും? റിസൾട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഇന്റർവ്യൂ ഏപ്രിൽ 11-ാം തീയതി ആയിരുന്നു. ഞാൻ തിരിച്ച് ഡൽഹിയിൽ നിന്ന് വന്നത് ഏപ്രിൽ 15-ന് മാത്രമാണ്. 22-നാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഒരാഴ്ച കാലത്തെ വെയിറ്റ് മാത്രമേ എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ മെയിൻസ് നല്ല രീതിയിലാണ് പോയത്. മെയിൻസ് ആണ് ഒരു 90% മാർക്കും. അപ്പോൾ മെയിൻസിന് നല്ല മാർക്ക് ഉണ്ടാവും. ഇന്റർവ്യൂ വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ ലിസ്റ്റിൽ എവിടെയെങ്കിലും വരുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം. വീണ്ടും പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂയിലേക്ക് തുടങ്ങണം. നമ്മളെപ്പോഴും പറയും പാമ്പും കോണിയും കളി പോലെയാണ്. നമ്മളിപ്പോ 98-ലാണ് നിൽക്കുന്നത്. ഒന്നെങ്കിൽ 100-ലെത്തും, അല്ലെങ്കിൽ 99 കയറി 2-ലെത്തുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ചയെ ടെൻഷൻ അടിക്കേണ്ടി വന്നുള്ളൂ. അപ്പൊ തന്നെ റിസൾട്ട് വന്നു. ഈ 47-ാം റാങ്കിലേക്ക് എത്തുമെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു? ഇല്ല, 47-ാം റാങ്ക് ഒരു 50-ന് താഴെയുള്ള ഒരു റാങ്ക് എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് വീഴണം. ഏകദേശം 9ഓളം പേപ്പറുകളുടെ മാർക്ക് എങ്ങും ഒരു പാളിച്ച പറ്റാതെ എല്ലായിടത്തും കൃത്യമായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് 50-ന് താഴെ റാങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഒരു പേപ്പറിൽ ഒരു പാളിച്ച പറ്റിയാലും നമ്മളുടെ റാങ്ക് 100-നപ്പുറത്തേക്ക് പോകും. അപ്പോൾ എല്ലാം കൂടെ വീഴുമെന്ന് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. വന്നപ്പോൾ സന്തോഷം. അപ്പോൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് അറിയാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്? ഇപ്പോൾ പറഞ്ഞില്ലേ, ഹാൻഡ് റൈറ്റിംഗ് ഒരു ഘടകമാണ്, സ്പീഡ് ഒരു ഘടകമാണ്, അപ്പോൾ വായന ഒരു ഘടകമാണ്. അപ്പോൾ ഒരു IAS സ്വപ്നം കാണുന്ന കുട്ടികൾ, അവർ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ LP സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകണം? LP സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത് അവരുടെ പുസ്തകങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം ആ പുസ്തകങ്ങൾ തന്നെയാണ് നമ്മളുടെ ബേസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ നല്ല രീതിയിൽ വായിക്കാം. പിന്നെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന മത്സരങ്ങളിലും മറ്റുമൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കാം. കാരണം ഈവൻ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നമുക്ക് അയച്ചു തരുന്ന ഫോമിൽ അതെല്ലാം രേഖപ്പെടുത്താനുള്ള കോളമുണ്ട്. നമുക്ക് കിട്ടിയ അവാർഡ്സ്, നമ്മൾ പങ്കെടുത്തിട്ടുള്ള ലീഡർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത് കുറച്ചും കൂടെ വേൾഡിനെ കുറിച്ച് എല്ലാത്തിലും മുന്നോട്ട് പോയി പങ്കെടുക്കാം. പിന്നീട് കോളേജിലൊക്കെ എത്തുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പത്രം വായിക്കുകയും NCERT പുസ്തകങ്ങളൊക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. പിന്നീട് ഡിഗ്രി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതായത് നമ്മൾ സ്കൂൾ ലെവലിൽ തൊട്ട് വരുന്ന പഠിച്ചു വരുന്ന പുസ്തകങ്ങളും പുറമേ നിന്ന് കിട്ടുന്ന അറിവുകളും ശേഖരിച്ച് വെച്ചാൽ തന്നെ നമ്മൾ ഇതിനുള്ളൊരു യാത്രയുടെ ഭാഗമായി. ആദ്യമായിട്ട് നേരിൽ കണ്ട ഒരു IAS ഓഫീസർ ആരാ? എനിക്ക് തോന്നുന്നു മിർ മുഹമ്മദ് അലി സാറാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവം അന്ന് കണ്ണൂരാണ് നടക്കുന്നത്, സ്റ്റേറ്റ് കലോത്സവം. അപ്പോൾ അന്ന് അവിടുത്തെ കളക്ടറായിരുന്നത് മിർ മുഹമ്മദ് അലി സാറാണ്. സാറിനെ ദൂരെ നിന്നൊന്ന് കണ്ടിരുന്നു ആ കലോത്സവത്തിന്റെ ചുമതലയും മറ്റുമൊക്കെ ആയിട്ട്. പിന്നീട് UPSC കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരെ കാണും. ഈ സ്കൂൾ കലോത്സവത്തിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴിയിലൊരു നിർണായക ഘടകമാണ് സ്കൂൾ കലോത്സവം. ഏതൊക്കെ മേഖലയിലാണ് കലോത്സവങ്ങളിൽ തിളങ്ങുന്നത്? ഞാൻ റൈറ്റിംഗ് ആയിരുന്നു മെയിനായിട്ടും നോക്കിയിരുന്നത്. കഥാരചനയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഐറ്റം. സ്റ്റേറ്റ് ലെവലിൽ ഒരു തവണ A ഗ്രേഡും ഒരു തവണ സെക്കൻഡ് A ഗ്രേഡും നേടിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം? അതെ, കോഴിക്കോടും കണ്ണൂരും ഉണ്ടായിരുന്നു 2015-ഉം 2017-ഉം. അതിനുശേഷം പിന്നീട് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ കവിതാരചനയായിരുന്നു മെയിൻ ഐറ്റം. 2 തവണ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ എഴുത്തും പഠനവും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. അതെ അതെ. ഇത് രണ്ട് തലമല്ലേ? എങ്ങനെ ഇതിനെ രണ്ടിനും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നത് എങ്ങനെ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും പിന്നീട് ബാക്കി നമുക്കുള്ളൊരു വേൾഡ് വ്യൂവും കൂടെ തന്നെയാണ് നമ്മളുടെ രചന, ക്രിയേറ്റിവിറ്റി. പിന്നെ നമ്മുടെ വായനാശീലം, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ ഒരുപാട് വായിക്കാറുണ്ട് പുസ്തകങ്ങൾ. അപ്പോൾ അതും നമ്മുടെ ക്രിയേറ്റിവിറ്റി, റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ പുസ്തക വായന തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ എങ്ങനെയുള്ളതാണ്? ഞാൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വായനയായിരുന്നില്ല. ഞാൻ കൂടുതലും ഫിക്ഷനാണ് വായിക്കാറ്. പിന്നീട് UPSCയിലേക്ക് വന്നപ്പോൾ UPSCക്ക് നമുക്കൊരു ഹോബി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് റീഡിങ് ഇന്ത്യൻ മിത്തോളജിക്കൽ നോവൽസ് ആണ് കൊടുത്തത്. അതായത് 2-ാം മൂഴം, ഇനി ഞാൻ ഉറങ്ങട്ടെ, അങ്ങനെ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മഹാഭാരതം പോലെയുള്ള വർക്ക്സ് വായിക്കുന്ന അതാണ് ഞാൻ ഹോബിയായിട്ട് കൊടുത്തത്. ഈവൻ എൻ്റെ ഇന്റർവ്യൂവിലും
ആ തീം റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു. MD ആണോ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ? അതെ അതെ. എന്തുകൊണ്ട് MDയുടെ എഴുത്തിനോടൊരു ആരാധന? എൻ്റെ അടുത്ത് UPSC ഇൻ്റർവ്യൂവിലും ചോദിച്ചിരുന്നു ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. അപ്പോൾ ഞാൻ MD വാസുദേവൻ നായരാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് MDയുടെ എഴുത്തുകൾ ഒരു മനുഷ്യൻ്റെ മാനസിക തലം വളരെ വ്യക്തമായിട്ട് പുസ്തകങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. രണ്ടാമൂഴം വായിക്കുകയാണെങ്കിൽ ഭീമൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് മഹാഭാരതം കേൾക്കുക എന്ന് പറയുന്നത് ഒരു പുതുമയാണ്. പിന്നെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് അറിയാൻ പറ്റുന്നത് MDയുടെ എഴുത്തുകളിലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം രണ്ടാമൂഴം തന്നെയാണ്. ഭീമനോട് അത്ര ക്രേസ് ആണോ അതോ ആ വ്യൂവിൽ അവതരിപ്പിച്ചിരിക്കുന്നുണ്ടാണോ? അല്ല, അങ്ങനെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ വായിക്കാൻ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ മിത്തോളജി ഒരു രണ്ടാമത് നിൽക്കുന്ന ഒരാളുടെ വ്യൂ ആണല്ലോ അത്. അതുകൊണ്ടാണോ ഞാൻ ചോദിച്ചത്. നമ്മൾ ഒരു കാര്യത്തെ ഒരേ ലെൻസിലൂടെ നോക്കി സ്റ്റീരിയോടൈപ്പ് ചെയ്യാതെ പല ആൾക്കാരുടെ ആംഗിളിൽ നിന്ന് കാണുക എന്നുള്ളതാണ്. കവിതയിലേക്ക് വരുമ്പോൾ ആരാ ഇഷ്ടപ്പെട്ട കവി ആരാ? എൻ്റെ ഇഷ്ടപ്പെട്ട കവി ONV കുറുപ്പാണ്. ONVയുടെ കവിതകൾ ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ എനിക്ക് കവിതകൾ പാടിത്തരുമായിരുന്നു. പിന്നീട് ആ കവിതകളിലെ സോഷ്യൽ കോൺഷ്യസ്നെസ്സും ആ ഒരു എൻവയോൺമെന്റിന്റെ പാർട്ടും ഒക്കെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭൂമിക്കൊരു ചരമഗീതമായിരുന്നു. എൻ്റെ ഓപ്ഷനിലും മലയാളമാണ്. അപ്പോൾ പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരു മനസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സർവീസിൽ എത്തുവാണല്ലോ, നമ്മൾ ഒരു ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് തരികയാണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക? ഞാൻ ആദ്യ സമയത്ത് IAS ആവാൻ ആഗ്രഹിച്ചത് കളക്ടർ ആവാനാണ്. അപ്പോൾ കളക്ടറാണ് എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ എവിടെ കളക്ടർ ആവാനാണ് ഇഷ്ടം? അങ്ങനെയില്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞതിലൊരു പ്രധാന പോയിന്റ് ഉണ്ട്, പത്രവായന ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ വർത്തമാന കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ അകന്നു പോയിരിക്കുന്ന പത്രത്തിൽ. ഈ പത്രവായനയിലേക്ക് കുട്ടികളെ തിരികെ എത്തിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? എനിക്ക് തോന്നുന്നു, ഞാനും ചെറുപ്പത്തിൽ എനിക്ക് പത്രം വായിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ പിന്നീട് പ്രിപ്പറേഷനിൽ വരുമ്പോൾ പത്രം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയപ്പോഴാണ് പിന്നീട് വായിച്ച് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം റീൽസ്, അപ്പോൾ പത്രങ്ങളും അവരുടേതായ രീതിയിൽ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ചാനൽസിലൂടെയൊക്കെ അങ്ങനെ കുറച്ചും കൂടെ കുട്ടികളെ റിയാലിറ്റിയുമായിട്ട് ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു പത്രത്തിലേക്ക് വരാനുള്ള. അല്ല, അവരെ വായനയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വായനയിലേക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുട്ടികൾ അവർ കാണുന്ന ബിഹേവിയറാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും പാരൻസും ടീച്ചേഴ്സും അവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരും കുറച്ചും കൂടെ ഒരു ലൈവ് എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇപ്പം നമ്മളെ മൊഡ്യൂൾ ചെയ്തെടുത്തതിൽ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു പങ്കുണ്ട്. ഇപ്പോൾ അമ്മ അധ്യാപികയാണ്, മലയാള അധ്യാപികയാണ്, ഇംഗ്ലീഷ് അധ്യാപികയാണ്, അച്ഛനും അധ്യാപികയാണ്. അപ്പോൾ നമ്മളിലേക്ക് ഈ ഒരു വായനയും ഈ സംസ്കാരവും ഒക്കെ എത്തിക്കുന്നതിൽ എത്രമാത്രം അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്? അവർ ഇതിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ പുസ്തകങ്ങളിലേക്ക്, അക്കാഡമിക്സ് മാത്രമല്ല ബാക്കി കാര്യങ്ങളും, പുസ്തക വായനയാണെങ്കിലും ബാക്കി മത്സരങ്ങളിൽ പങ്കെടുക്കലും എല്ലാം അവരും വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മാർക്ക് മാത്രമല്ല, സ്കൂളിലെ മാർക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണം എന്നൊരു ബോധം അവർക്കും ഉണ്ടായിരുന്നു. അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു IAS ആക്കണമെന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക ഗോൾ ഉണ്ടായിരുന്നില്ല. പൊതുവെ ഞാൻ പറയുന്ന എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് അവർ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഞാൻ നീറ്റ് കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞു, പോയി. അത് കഴിഞ്ഞ് അത് നിർത്തി UPSC കോച്ചിങ്ങിന് പോയി. അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടുമായിരുന്നു. ഇപ്പോൾ പഠിക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ പേരൻറ്റിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ എങ്ങനെയായിരിക്കണം ഒരു നല്ല പേരൻറ്റ്? എന്നെ സംബന്ധിച്ച് എൻ്റെ പേരൻസ് എന്നെ അങ്ങനെ പഠിക്കണം എന്ന് ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. ശരിക്കും ഞാൻ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ അങ്ങനെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ഒരു ആവറേജ് 50ൽ 20 മാർക്കോ 25 മാർക്കോ കിട്ടുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അപ്പോഴും അവരെന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്തിരുന്നില്ല ഭയങ്കര മാർക്ക് വാങ്ങണം അങ്ങനെയൊന്നും. പിന്നീട് എനിക്ക് തന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്നൊരു ബോധം വന്നപ്പോഴാണ് ഞാൻ പോയത്. എനിക്കൊന്ന് കുറച്ചും കൂടെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ബാക്കിയുള്ള വാസനകളും കൂടെ വികസിപ്പിക്കാനും ഒക്കെ സമയം കൊടുക്കണം, മോർ ദാൻ മാർക്സ് എന്ന് എനിക്ക്. ഈ 8ലും 9ലും വരെ ഒരു 50ൽ ഒരു 50% വാങ്ങിച്ചിരുന്ന ഒരാൾ 10ലേക്ക് വരുമ്പോൾ ഫുൾ A+ വരുന്നു അല്ലേ? അവിടെ നിന്ന് പിന്നെ ഒരു ചേഞ്ച് ആണ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഈ ചേഞ്ച് സ്വാഭാവികമായിട്ട് വന്നാണോ അതോ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസിലൂടെ വന്നാണോ? അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻഫ്ലുവൻസ് ഇല്ല. പക്ഷേ കുറച്ചും കൂടെ ക്ലാസ് മുന്നോട്ട് പോകും തോറും ഇത്
മാർക്കുകളും ആവശ്യമാണ്, ബോർഡ് എക്സാമും ആവശ്യമാണെന്നുള്ളൊരു ബോധം വന്നപ്പോഴാണ് പയ്യെ അതിലേക്ക് വരുന്നത്. അതെ, സ്വയം. നമ്മുടെ പ്രീ ഡിഗ്രി കാലഘട്ടം എങ്ങനെയായിരുന്നു, ഡിഗ്രി എങ്ങനെയായിരുന്നു പറയാം? ഞാൻ +1 +2 പഠിച്ചത് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ബയോ സയൻസ് ആണ് പഠിച്ചത്. ആ സമയത്ത് കുറച്ചും കൂടെ ഞാൻ നീറ്റ്, ഡോക്ടർ ആ ഒരു ഓറിയന്റഡ് ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ സയൻസ് ഓറിയന്റഡ് ആയിരുന്നു. പക്ഷേ +2 കഴിഞ്ഞപ്പോൾ തന്നെ ഇതല്ല എൻ്റെ വഴി, എനിക്ക് UPSC ആണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് മാർ ഇവാനിയസ് കോളേജിൽ പോയി. ഇവാനിയസ് ആണ് എൻ്റെ ഈ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. കാരണം ഇതാണ് എൻ്റെ എയിമെന്ന് തിരിച്ചറിയുന്നത്. പിന്നെ അവിടെ നമ്മൾ ഒരു നല്ല കോളേജിൽ പോയി പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ട്. കാരണം എല്ലാവരും വളരെ മോട്ടിവേറ്റഡ് ആയി വളരെ ഹയർ ഗോൾസ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്കും അതിൻ്റെ കൂടെ ഓടാനായിട്ടൊരു മോട്ടിവേഷൻ തരാൻ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ +2 പഠനം കഴിഞ്ഞ് അതുവരെ നമ്മളൊരു സാധാരണ ഡോക്ടറെ എഞ്ചിനീയർ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഒരു ഉയർന്ന ചിന്തയിലേക്ക് എത്താൻ കോളേജ് സഹായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആ കോളേജിലെ സഹപാഠികളെ അന്തരീക്ഷമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കോളേജിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒന്നാമത് കോളേജും ഈ പറഞ്ഞ പോലെ അക്കാഡമിക്സ് മാത്രമല്ല, ബാക്കി കലോത്സവങ്ങളും ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എന്നും എന്തെങ്കിലും ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ദിനാചരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ഒരു വലിയ വേൾഡ് വ്യൂ, അതുപോലെ എല്ലാ ഭാഗത്തു നിന്നുള്ള കേരളത്തിൻ്റെ, ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ഫൈനൽ ഗോൾസ് കേൾക്കാനും, പലരുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇങ്ങനൊരു അവസരം ഉണ്ട് എന്നൊക്കെ. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കോളേജിൽ നിന്നാണ് കിട്ടുന്നത്. ഈ പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? എനിക്ക് ലിറ്ററേച്ചറാണ് എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം. മലയാളം ലിറ്ററേച്ചറാണ് കൂടുതൽ ഇഷ്ടം. മലയാളം ലിറ്ററേച്ചർ, അതാണ് ഞാൻ ഓപ്ഷണലായിട്ട് എടുത്തത്. പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതെ അതെ. സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് മലയാളം ലിറ്ററേച്ചറാണ്. ഈ അച്ഛനും അമ്മയും അധ്യാപകർ അവർ നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ അച്ഛൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷെ ആ ഒരു എന്താ പറയാ, കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ ഞാൻ എപ്പോഴും വേറെ ക്ലാസ്സിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയൊക്കെയാ? ഇനി റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ സർവീസ് അലോക്കേഷൻ ഉണ്ടാവും. IAS ആയിരിക്കും കിട്ടുന്നത്. ജൂലൈയോടുകൂടി സർവീസ് അലോക്കേഷനും ജൂലൈ എൻഡ് ഓഗസ്റ്റോടുകൂടി നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് 1 വർഷത്തെ ട്രെയിനിങ് മസൂറിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നുണ്ടാവും. ഓഗസ്റ്റ് ആവും. തിരിച്ച് കേരളത്തിലേക്ക് തന്നെ ആവും? അത് വന്നിട്ടില്ല. അത് വേക്കൻസി വന്നാലേ സ്റ്റേറ്റ് ആണ് അലോട്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റുമോ. നമ്മുടെ മുന്നിൽ ഒരു IAS ഓഫീസറായി കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് വരിക, പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ ഇതിനെ തരണം ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം ഇരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയുന്നത്? ഇങ്ങനെയൊക്കെ നമ്മൾ UPSC പഠിക്കുമ്പോൾ നമ്മളെ UPSC പഠിപ്പിക്കുന്ന കാര്യം, നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കാണിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇമോഷൻസ് വേണം. അതേസമയം നമ്മുടെ ഇമോഷൻസ് മാത്രമല്ല, നമുക്ക് ചുറ്റും നിൽക്കുന്ന, നമ്മുടെ മുന്നിൽ വരുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന കൊളീഗ്സ് എല്ലാവരുടെയും ഇമോഷൻസ് ഒരേ രീതിയിൽ കണക്കാക്കിക്കൊണ്ട്, പക്ഷേ അതേസമയം ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഒബ്ജക്റ്റീവായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രശ്നം വരുമ്പോൾ. നമ്മുടെ നിലവിലുള്ള സംവിധാനം അങ്ങനെ ഒരു സംവിധാനത്തിലൂടെയാണോ കടന്നു പോകുന്നത്? നിലവിലുള്ള സിസ്റ്റങ്ങൾ അങ്ങനെയാണെന്നാണ്. ഞങ്ങൾക്ക് വളരെ തിയററ്റിക്കലായിട്ടുള്ളൊരു നോളജാണ് ഇപ്പോൾ ഉള്ളത്. ട്രെയിനിങ്ങിലാണ് അവർ ആ പ്രാക്ടിക്കൽ നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉള്ള തിയററ്റിക്കൽ നോളജ് വെച്ച് അങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ളതിൽ വെച്ച് ഏറ്റവും സാധാരണക്കാരൻ എന്ത് പ്രയോജനം കിട്ടും എന്ന് ചിന്തിച്ച് വേണം ഏതൊരു കാര്യവും ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടാണല്ലോ നമ്മളൊരു സർവീസ് ഡ്രൈവർ. അങ്ങനെ ഒരു പരിഗണന കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുമോ? നമ്മളാണ് ഒരു സീറ്റ് ഇരിക്കുന്നെങ്കിൽ കഴിയും? എനിക്ക് തോന്നുന്നു കഴിയും. നമ്മൾ UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് GS4 എന്നൊരു പേപ്പറുണ്ട്, എത്തിക്സ്, ഇൻ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ മെയിനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഗാന്ധിയുടെ താലിസ്മാൻ. നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുടെ മുഖം മനസ്സിലേക്ക് വന്ന ശേഷം അയാൾക്ക് ഈ തീരുമാനം കൊണ്ട് ഗുണമുണ്ടാവുമോ എന്ന് ആലോചിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു. വീട്ടിൽ നിന്ന് പരിശീലിക്കുന്ന ഒരാൾക്ക് IAS കിട്ടുക എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. ഇപ്പോൾ പരിശീലന സ്ഥാപനങ്ങൾ കൂണുപോലെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് ഫോർച്യൂൺ IAS അക്കാഡമിയിലാണ്. കുറവങ്കോണത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ
ഞാനങ്ങനെ ഇപ്പോൾ ഒരുപാട് പരസ്യത്തിന്റെ കാലമാണ്. അപ്പോൾ എല്ലാ ചാനലുകളിലും പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യങ്ങളും നമുക്ക് കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നു പരസ്യത്തിനപ്പുറം നമ്മൾ കുറച്ചും കൂടെ ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കണം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിൽ. പരസ്യം മാത്രമല്ല, അവർ കറക്റ്റായിട്ട് പഠിപ്പിച്ച് തീർക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ, അവരെന്തൊക്കെ ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ തന്നെ പഠിച്ച ആൾക്കാരുമായിട്ടൊക്കെ ചോദിച്ച് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? എത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്? എൻ്റെ ആദ്യ വർഷം 2022 ഞാൻ പാസ്സായ ശേഷം ഒരു വർഷം കോച്ചിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ പഠിക്കാൻ കിട്ടിയിരുന്നുള്ളൂ. കാരണം 6 മണിക്കൂറോളം 4 to 6 മണിക്കൂർ ദിവസവും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ മാത്രമേ പഠിക്കാൻ സമയം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് ആദ്യത്തെ പ്രിലിംസ് എഴുതി കിട്ടിയില്ല. പിന്നീടുള്ള 2 വർഷം ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ പഠിക്കുമായിരുന്നു. ഡെയിലി 10 പഠിക്കുന്നതിന് ഇത്ര ക്രമീകരണങ്ങളോ ചിട്ടയോ അങ്ങനെ ഒക്കെ ഉണ്ടോ? എന്നെ സംബന്ധിച്ച് യൂഷ്വലി ഞാൻ 2 hours സ്ലോട്ടിലാണ് പഠിക്കുന്നത്. 2 hours പഠിച്ച ശേഷം ഒരു ബ്രേക്ക് എടുത്ത ശേഷം വീണ്ടും 2 hours അങ്ങനെയാണ് പോകുന്നത്. ഒരു കുട്ടി എത്രാമത്തെ വയസ്സിൽ അവരുടെ കരിയർ നിശ്ചയിക്കേണ്ട എത്രാമത്തെ വയസ്സിലാണ്? എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ വർഷത്തെ ലിസ്റ്റിൽ ഹേമയുണ്ട്. ഹേമയ്ക്ക് 22 വയസ്സാണ് ഉള്ളത്. അതേസമയം പ്രണവ് സാർ ഉണ്ട്. സാറിന്റെ എൻ്റെ ഫാക്കൽറ്റി കൂടിയാണ്. സാർ തവണ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സാറിന് വയസ്സ് 35ആണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പോയിന്റിലായിരിക്കും അവരുടെ ഇൻസ്പിറേഷൻ കണ്ടെത്താനും ഒക്കെ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രായം ഇല്ല. നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് വേണ്ടത് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രക്ഷിതാക്കളാണല്ലോ കുട്ടികളെ നീ ഇന്നതാകണമെന്ന് ഒരു പരിധിവരെ പറയുന്നത്. അപ്പോൾ ഇതിനപ്പുറം കുട്ടികളുടെ ഒരു പാഷൻ തിരിച്ചറിയണമല്ലോ. പ്രത്യേകിച്ചും പേരൻസിനാണ് ഇതിൻ്റെ നിർദ്ദേശം വേണ്ടത്. അതിനുള്ളൊരു മാർഗ്ഗം എന്താ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ അവൈലബിൾ ആണ്. കരിയർ ഗൈഡൻസ് കൗൺസിലിങ്ങുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദുവിൻ്റെ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നു, സിവിൽ സർവീസ് കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് ചെറിയ കുട്ടികളെയും അവരുടെ പേരൻസിനെയും കാണാൻ പറ്റി. കോച്ചിങ് അതായത് സിവിൽ സർവീസ് ആഗ്രഹമുള്ള കുട്ടികൾ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് അവന്യൂസ് അവൈലബിൾ ആണ്, വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഒക്കെ. അവിടെ പോയി ഏത് മേഖലയാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടി നമ്മുടെ സ്കിൽസും ആ മേഖലയുടെ സ്കിൽസും തമ്മിൽ മാച്ച് ചെയ്യുമോ എന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ വായന ഒരു പ്രധാന ഘടകമാണെന്ന് പറഞ്ഞു. അപ്പോൾ വാരി വലിച്ച് വായിച്ചിട്ട് അത് ഗുണം ചെയ്യത്തില്ലല്ലോ. അപ്പോൾ വായനയിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പഠിക്കുന്ന പോലെ ഒരു അടുക്കും ചിട്ട അതിനകത്ത് വേണം. അപ്പോൾ അങ്ങനൊരു നല്ല വായനക്കാരനാകാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താ? എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങുമ്പോൾ, അതായത് വായിച്ച് തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുള്ള. ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എനിക്ക് ആദ്യമായിട്ട് വായിക്കാൻ തന്ന പുസ്തകം ടോട്ടോ ചാൻ ആണ്. അതൊരു ജാപ്പനീസ് പെൺകുട്ടിയുടെ കഥയാണ്. അപ്പോൾ ടോട്ടോ ചാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കുടയും കുഞ്ഞു പെങ്ങളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വായിച്ച് തുടങ്ങാം. പിന്നീട് കുറച്ചും കൂടെ വായന സീരിയസ് ആവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പുസ്തകങ്ങൾ മാറ്റി തിരഞ്ഞെടുക്കാമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്കെല്ലാം അറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സംഗീത പരിപാടിയെക്കുറിച്ച് അറിയില്ലെങ്കിലും അവർക്ക് BTSനെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ആഗോളതലത്തിൽ അറിവുള്ളവരാണ് അവർ. പക്ഷെ അവരെ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ ചില നിർദ്ദേശങ്ങളും പരിപാടികളൊക്കെ വേണ്ടേ? എനിക്ക് തോന്നുന്നു വായിക്കുമ്പോൾ നമുക്കങ്ങനെ എന്ത് വേണമെങ്കിലും വായിക്കാം. ഇപ്പോൾ എൻ്റെ UPSC തന്നെ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് വന്നൊരു ഫ്രണ്ട് ഉണ്ട്. അവളുടെ ഹോബി എന്ന് പറയുന്നത് റീഡിങ് മാങ്ക എന്നാണ്. മാങ്ക എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കോമിക് ബുക്കാണ്. അപ്പോൾ അവളത് ഇൻ്റർവ്യൂവിന് അതാണ് പ്രസന്റ് ചെയ്തത്, ഞാൻ മാങ്കയാണ് വായിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾക്കാർ 10-60 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരും അതിനെക്കുറിച്ച് വളരെ ക്യൂരിയസ് ആയിരുന്നു. നമുക്ക് നല്ല വേൾഡ് വ്യൂ ഉള്ളതും വളരെ നല്ലതാണെന്ന് തോന്നുന്നു. സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഭൂട്ടാൻ എനിക്ക് ഇഷ്ടമാണ്. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്റ്റേറ്റിലാണ് നിയമനം കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് സ്റ്റേറ്റ് ആയിരിക്കും? ഞാൻ എൻ്റെ സെക്കൻഡ് ചോയ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. തേർഡ് ഒഡീഷയാണ്. അപ്പോൾ കേരളം അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര ഇഷ്ടപ്പെടുന്നത്? അങ്ങനെയില്ല, നമുക്ക് ഈ സ്റ്റേറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാ സോണിൽ നിന്നും ചൂസ് ചെയ്ത ശേഷമേ തിരിച്ച് നമ്മുടെ സോണിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മഹാരാഷ്ട്ര നല്ലൊരു കേഡറാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കേഡറാണ്. അതിൻ്റെ കൂടെ ആ ഡിസ്റ്റൻസും വെച്ച് മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ കൊല്ലം ജില്ലയിൽ നമുക്ക് കളക്ടറായിട്ടോ അല്ലെങ്കിൽ ഓഫീസറായിട്ടോ വരാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കും, പ്രഥമ പരിഗണന? കൊല്ലം ജില്ലയെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കൊല്ലത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ വലിയൊരു കോസ്റ്റ് ലൈൻ ഉള്ള സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഫിഷ് പ്രോസസ്സിങ്, ഫുഡ് പ്രോസസ്സിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട്. പിന്നെ കൊല്ലം ഒരുപാട് സോഷ്യൽ ഇഷ്യൂസും ഫേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡൗറിയുടെ ഇഷ്യൂ, നമ്മളാണ് സൂയിസൈഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ഒരുപാട് സൂയിസൈഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യുക, മെന്റൽ ഹെൽത്ത് ഒക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് കൊല്ലത്തിന്റെ പ്രയോറിറ്റീസ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ജനറിക് ഇഷ്യൂ ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏത് മേഖലയിലായിരിക്കും?
എനിക്ക് തോന്നിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഒരു മേഖലയാണ്. കാരണം എഡ്യൂക്കേഷൻ ഒരു വലിയ പവർ ഉണ്ട്. ഒരുപാട് ആൾക്കാരുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു പവർ എഡ്യൂക്കേഷനുണ്ട്. പിന്നെ എൻ്റെ പേരൻസും ആ സെക്ടറിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അതിലേക്ക് കുറച്ചും കൂടെ അറിവുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സെക്ടർ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കും. നമ്മൾ വന്ന വഴിയിൽ കൂടി വരേണ്ടവരാണ് ബാക്കി ഉള്ളവരും. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയും? ഇപ്പോൾ UPSC ആസ്പിറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്, അവർ ഇങ്ങനെ ചോദിക്കാറുണ്ട് UPSCക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും. നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊന്ന്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ ആണുള്ളത്. അച്ഛൻ ഗിരീഷ് കെ. അച്ഛൻ വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. അമ്മ പ്രഭ MS. അമ്മ തേവന്നൂർ ഗവൺമെൻറ് HSSലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ഒരു ബ്രദറുണ്ട് വൈശാഖ്, അവനിപ്പോൾ 12th കഴിഞ്ഞ് നിൽക്കും. അനിയൻ, അച്ഛൻ, അമ്മ, ഇവിടെ ഒരു വീടാണ്. അതെ, ഒരു സാധാരണ കുടുംബം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഒരു വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്? എൻ്റെ പേരൻസ് ടീച്ചേഴ്സ് ആയിരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ എഡ്യൂക്കേഷൻ ഒരുപാട് ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എല്ലാ എൻ്റെവേഴ്സിലും സപ്പോർട്ട് ചെയ്യാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എല്ലാം. ഫാമിലി തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. സാഹിത്യ വഴിയിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടില്ല, പക്ഷേ തുടരാൻ ആഗ്രഹം ഉണ്ട്. എഴുതും ഇനി? അതെ. എഴുതുന്നതൊക്കെ പ്രസിദ്ധീകരിക്കുമോ? ഞാൻ കുറച്ചൊക്കെ മാതൃഭൂമിയിലും മറ്റുമൊക്കെ ചെറിയ രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നോക്കും. ഓർമ്മയുള്ള കവിത ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട് അതിൽ നിന്ന് 2022 ശേഷം അങ്ങനെ ആ വഴിക്ക് പോയിട്ടില്ല. അപ്പൊ ഇതിലേക്ക് തന്നെയായിരുന്നു ഫോക്കസ് കൂടുതൽ. നമ്മുടെ ഈ സിവിൽ സർവീസ് കരിയർ കൊണ്ടേ എന്തൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ? എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പോളിസീസും സ്കീംസും പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ പോളിസി ഫോർമുലേഷനിലും ലോസ് ആണെങ്കിലും ബാക്കിയെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു. ഈ നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, സ്ത്രീധനം ഒരു വലിയ വിഷയമാണ്. അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങളും ഇരകളും നമ്മുടെ നാട്ടിലുണ്ട്. ആ മേഖലയിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പദ്ധതി എന്തുവാ? എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രശ്നം അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീധന ഇഷ്യൂവിൻ്റെ മെയിൻ കാരണം സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തത്. ചെറുപ്പം മുതലേ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ആ ഒരു എയിം മാത്രമായിട്ട് കുട്ടികളെ വളർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അത് മാറ്റി സ്ത്രീകൾ കുറച്ചും കൂടെ എംപ്ലോയ്മെൻറ്റിലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുന്നതിൽ അതിനായിട്ട് ഒരുപാട് ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസും മറ്റുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സൊസൈറ്റി ലെവലിലൊരു അവയർനെസ്സും ആവശ്യമാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഡൗറി ഒരുപാട് നോർമലൈസ്ഡ് ആണ്, അതൊരു പ്രശ്നം പോലും അല്ലാത്ത. അപ്പോൾ ഒരു അവയർനെസ്സും ക്യാമ്പയിനും ഒക്കെ വേണമെന്ന് തോന്നുന്നു. വൈക്കൽ പ്രദേശമാണല്ലോ, ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളും നാട്ടുകാരും ഒക്കെ നമ്മളെ വളരെ കാര്യത്തോടെ കാണാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനിയിപ്പം നന്ദനയോട് ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ മോനെ സിവിൽ സർവീസ് ആക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അവരോട് നൽകാനുള്ളൊരു ഉപദേശം? എന്താണ്? സ്കൂൾ തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഗ്രഹിച്ച് പഠിക്കുക, പത്രം വായിക്കുക, ആൻസർ റൈറ്റിംഗ്, അതായത് റൈറ്റിംഗ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുക. കോളേജ് തലത്തിലും അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള പ്രിപ്പറേഷൻ മതി. പിന്നീട് കോളേജ് കഴിയുമ്പോൾ ഫുൾ ടൈം പ്രിപ്പറേഷനായിട്ട് കണ്ടന്റ് പഠിച്ചും ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ പോകുന്ന ചടങ്ങുകളിലൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അവർക്കൊക്കെ ഒരു പ്രചോദനമായി മാറുകയാണ്. അപ്പോൾ നാളുകളിലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, നിങ്ങൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആ ചോദ്യം ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും മറുപടി പറയാൻ പറ്റുന്നത്? എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഗൈഡൻസ് കൊടുക്കുക. ഇപ്പോൾ എന്നോട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരോട് അവരുടെ ചോദ്യങ്ങൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചാനൽ ഇൻ്റർവ്യൂസ് എല്ലാം കാണുമ്പോഴും ഈ എക്സാമിനെ കുറിച്ച് കുറച്ചും കൂടി ഒരു ബോധം ഉണ്ടാക്കാൻ, ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിത് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാവുന്ന ആരും ഈ പരീക്ഷ ക്ലിയർ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ടും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാനും ഈ വിജയത്തിന് കഴിയുന്നു. NCERT സിലബസ് മാത്രം പഠിച്ചാൽ നമുക്ക് IAS ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, NCERT പുസ്തകങ്ങൾ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എല്ലാ പുസ്തകങ്ങളും അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പോലെ ആക്ട് ചെയ്യാനായിട്ട് NCERT ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമ്മൾ ഫുൾ ടൈം പ്രിപ്പറേഷനിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റേതായ ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അത് കൂടെ വായിക്കേണ്ടതുണ്ട്. ഈ നാട്ടിൻ പുറത്തുകാരിലേക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് എത്തിക്കാൻ എന്തൊരു മാർഗം? നാട്ടിൻ പുറത്തെ രക്ഷാകർത്താക്കളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ
എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടെ മീഡിയ ഒക്കെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇന്റർനെറ്റും ഒക്കെ വളർന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ലൈബ്രറീസിനൊക്കെ കുറച്ചും കൂടെ ഒരു മുന്നിട്ടിറങ്ങാം. ഇപ്പോൾ സിവിൽ സർവീസിന്റെ പുസ്തകങ്ങൾ വാങ്ങിച്ച് വയ്ക്കാം, പത്രം വരുത്താം, ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വരുത്താം. അങ്ങനെ അവർക്ക് കുറച്ചും കൂടെ ഒരു അക്സസിബിലിറ്റി ഇതിന്റെ മെറ്റീരിയൽസിലേക്കും ഒക്കെ വരുത്തുന്നത് പിന്നെ ഒരു അവയർനെസ്സും വേണം. ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം ലഹരിയാണ്. നമ്മളെപ്പോഴും ചുറ്റുപാടും കാണുന്നതും കേൾക്കുന്നതൊക്കെ. ഇപ്പോൾ ഇതിലേക്ക് പോകുന്നിടത്താണ് ഒരു വിദ്യാർത്ഥിയുടെ ഭാവി യഥാർത്ഥത്തിൽ ഇരുളടഞ്ഞു പോകുന്നത്. അതിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തെ കുട്ടികൾ ലഹരി ഉപയോഗിക്കാനുള്ള റീസൺസ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലഹരിയെ വളരെ നോർമലൈസ്ഡ് ആയിട്ട് കാണുന്നൊരു പ്രവണതയുണ്ട്. അങ്ങനെയല്ല, ഇതിൻ്റെ ഇഷ്യൂസ് ഇന്നതൊക്കെയാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പ്രോപ്പറായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുപാട് പ്രോഗ്രാംസും ഗവൺമെൻറ് നടത്തുന്നുണ്ട്. വിമുക്തി പോലെയുള്ള പ്രോജക്ട്സ് അത് കുറച്ചും കൂടെ വ്യാപിപ്പിക്കാം. SPC NCC പോലെയുള്ള കേഡറ്റ്സിനൊക്കെ കുറച്ചും കൂടെ യൂസ് ചെയ്യാം. പിന്നെ കുട്ടികൾ ഒരുപാട് സ്ട്രെസ്സിലൂടെ പോകുന്നുണ്ട്, പിയർ പ്രഷറും പേരൻസിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ആ പ്രഷറിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ആൾക്കാർ ലഹരി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കൗൺസിലിങ്ങും ബാക്കിയെല്ലാം ആവശ്യമാണെന്ന് തോന്നുന്നു. ഈ നാട്ടുമ്പുറത്തെ ലൈബ്രറികൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വായനയുടെ പ്രധാന കേന്ദ്രവും ലൈബ്രറികളാണ്. ഇപ്പോൾ ലൈബ്രറികളുടെ എണ്ണം കൂടുതലാണ്, പക്ഷേ വായിക്കാനോ മറ്റ് ആക്ടിവിറ്റീസിനോ അവിടെ കുട്ടികളില്ല എന്നുള്ള അവസ്ഥ. അതെങ്ങനെ നമുക്കൊന്ന് മറികടക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ ലൈബ്രറീസും കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഇപ്പോൾ ഗവൺമെൻറ് ഒക്കെ ഓൺലൈൻ റിസോഴ്സസ്, ഓൺലൈൻ ഡിജിറ്റൽ ലൈബ്രറീസ് ഒക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലാണെങ്കിലും ലൈബ്രറീസ്, ഞാൻ സ്കൂൾ ലൈബ്രറീസ് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളായിരുന്നു. പിന്നീട് ഇവിടെ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രോഗ്രാംസിൽ നിന്നാണ് ഞാൻ എൻ്റെ എഴുത്തും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈബ്രറീസ് ഒരു പ്രധാന ഭാഗമാക്കി ലൈബ്രറീസും കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളുടെ വേൾഡ് വ്യൂ ഇപ്പോൾ കുറച്ചും കൂടെ വൈഡാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും ബാക്കിയൊക്കെ കുറച്ചും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ IAS ഉദ്യോഗസ്ഥർ ഏറ്റവും ഫേസ് ചെയ്യുന്നൊരു വിഷയം പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങളാണ്. എല്ലായിടവും ക്ലാഷ് ആകുന്നതും പ്രശ്നമാകുന്നതാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ എന്താണ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മുൻകരുതൽ എന്താണ്? എനിക്ക് തോന്നുന്നു നമ്മളെ UPSC പഠിപ്പിക്കുന്നത് റൂൾ ഓഫ് ലോ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് വന്നാലും നാട്ടിലെ ലോ, നാട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കാര്യമാണെങ്കിലും അവരാണ് കുറച്ചും കൂടെ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. ഇപ്പം നമ്മളൊരു എക്സാം എഴുതി കയറിയ ആൾക്കാരെക്കാളും കുറച്ചും കൂടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അവരായതുകൊണ്ട് അവരുടെ അനുഭവങ്ങളും തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുമ്പോൾ കണക്കിലെടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഈ റൂൾ ഓഫ് ലോ ക്രോസ് ചെയ്യാനായിരിക്കുമല്ലോ പലപ്പോഴും അവരുടെ ഇടപെടലുണ്ടാകുന്നത്. അതിൽ തടസ്സം നിൽക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരും അവരുമായിട്ടുള്ള റൈവലുണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഒരു നയപരമായിട്ട് എങ്ങനെ മറികടക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ റൂൾ ഓഫ് ലോ ഇത് ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മുടെ ബൗണ്ടറീസ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് വേണമെങ്കിൽ ഇപ്പോൾ അത് ക്രോസ് ചെയ്യാനുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എവിഡൻസ് അങ്ങനെയുള്ള പ്രോസസ്സിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം അത് തന്നെയാണ്. നമ്മൾക്ക് മേലാണ് രാഷ്ട്രീയക്കാരെന്നുള്ളൊരു അതോറിറ്റിയാണ്. ജനാധിപത്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുമ്പോഴല്ലേ ഉള്ളൂ നമ്മുടെ ഭരണഘടന വ്യക്തമായിട്ട് നടപ്പാക്കാൻ പറ്റുന്നതും ലോ പാലിക്കാൻ പറ്റുന്നതും. തീർച്ചയായിട്ടും. കാരണം എല്ലാ ഡെമോക്രസിയുടെ 4 പില്ലേഴ്സും ഒരുമിച്ച് ഒരേപോലെ നിൽക്കുമ്പോഴാണ് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴേ ഈ ചില IAS ഓഫീസേഴ്സൊക്കെ അവരുടേതായ വേയിൽ ജനങ്ങളെ സമീപിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കളക്ടർ ബ്രോയുണ്ട്, ഇങ്ങനെ പല പേരുകളോ കാലത്തിനനുസരിച്ചുള്ള മാറ്റം. അപ്പോൾ അങ്ങനെ സ്വന്തമായ ഒരു വഴി സ്വീകരിക്കുന്നത് നല്ലതാണോ, അതോ നമ്മളെപ്പോഴും ഒരു ചിട്ടയായ വഴിയിലൂടെ പോകുന്നതാണോ നല്ലത്? എനിക്ക് തോന്നുന്നു നമ്മൾ റൂൾ ഓഫ് ലോ മറികടക്കാത്തിടത്തോളം കാലം, ലോയ്ക്ക് എതിരായിട്ടൊന്നും ചെയ്യാത്തിടത്തോളം കാലം അവരുടേതായ ഇന്നോവേഷൻസ് ഒരുപാട് കളക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസിലൂടെ ഗവൺമെന്റ് നമ്മുടെ ഇഷ്യൂസ് ഒരുപാട് അഡ്രസ്സ് ചെയ്ത കളക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ റൂൾ ഓഫ് ലോയുടെ പരിധി മറികടക്കാത്തിടത്തോളം കാലം അവരുടെ ഇന്നോവേഷൻ എപ്പോഴും ജനങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ക്ലാഷ് ഉണ്ടാകുമ്പോഴൊക്കെ ഉദ്യോഗസ്ഥരെ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. ഒരു പൊളിറ്റീഷ്യനുമായിട്ടൊരു ക്ലാഷ് ഉണ്ടായാൽ ഉദ്യോഗസ്ഥന് സ്ഥലം മാറിപ്പോകുന്നവരാണ് ഭൂരിപക്ഷം കേസുകളുണ്ടാകുന്നത്. അപ്പോൾ അതിനപ്പുറം ഉദ്യോഗസ്ഥർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ ആർട്ടിക്കിൾ 310 ഫോളോ ചെയ്യുന്നത്. അതായത് പ്രസിഡന്റിന് മാത്രമാണ് ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ അധികാരമുള്ളത്. പിന്നെ സ്റ്റേറ്റിന് സസ്പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്ഷനുള്ള മെഷേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇംപ്ലിമെന്റ് ആവുന്നുണ്ടോ എല്ലാ സമയവും?
അവർക്ക് ഒരുപാട് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആണെങ്കിലും അങ്ങനെയുള്ള വഴികൾ തീർച്ചയായിട്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ ലിമിറ്റഡ് നോളജിൽ നിന്ന് അറിയുന്നത്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഈ നമ്മുടെ രാജ്യത്തെ പ്രമുഖമായ ഒരുപാട് വലിയ പട്ടണങ്ങൾ, ഡൽഹി, മുംബൈ, ഇവിടെ നിന്നുള്ള കുട്ടികളെ അല്ലെങ്കിൽ വലിയ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ പിന്തള്ളിയാണ് നമ്മുടെ വൈക്കൽ പോലെയൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ 47ാം റാങ്കിലെത്തിയിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതി മികച്ചത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇവിടുത്തെ സാധാരണ സ്കൂളുകളിലാണ് പഠിച്ചത്. പക്ഷേ ഈ പരീക്ഷയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. എല്ലാ രീതിയിലുമുള്ള എല്ലാ തലത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിച്ചു, 500 എത്രയോ റാങ്ക് കിട്ടിയ ഒരു വ്യക്തിയുണ്ട്. എൻ്റെ ബാച്ചിൽ തന്നെ ഭാഗമാകാൻ പോകുന്ന ആളാണ്. പുള്ളിയുടെ ജോലി എന്ന് പറയുന്ന ആട് മേയ്ക്കലാണ്. അതായത് പുള്ളിയുടെ കുടുംബത്തോടൊപ്പം ആട് മേയ്ക്കുന്നു, ഇടവേളകളിൽ പഠിക്കുന്നു. ആളും ഈ റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമാണ്. അതേസമയം 1ാം റാങ്ക് കിട്ടിയ ആളും വലിയ അതെ. അപ്പോൾ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും ഒരു അവസരം നൽകുന്ന ഒരു എക്സാം കൂടിയാണിത്. വലിയ പട്ടണങ്ങളിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാരണ രീതിയിൽ പഠിച്ചാലും എത്തിപ്പെടാൻ പറ്റുന്നൊരു സംരംഭം തന്നെയാണിത്. ഇത് തന്നെയാണ് GP നന്ദന എന്ന വയക്കൽ നാട്ടിൻപുറത്തുകാരി IAS ഉദ്യോഗത്തിലേക്ക് കടക്കുമ്പോഴും പറയുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കാനും അതിനുവേണ്ടി ജനാധിപത്യത്തോടെയും അതേപോലെ തന്നെ റൂള് മറികടക്കാതെയും നല്ല ഒരു ഓഫീസറായി ജനപ്രീതി നേടിയ ഒരു ഉദ്യോഗസ്ഥയായി മാറാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംവാദം നിർത്തുകയാണ്. നമസ്കാരം.